നമ്മുടെ വീട്ടില് കുഞ്ഞുമക്കള് ഒരു 2-3 വയസ്സാവുമ്പോൾ ഓടിച്ചാടി നടക്കുന്ന ഒരു പ്രായമാകുമ്പോൾ സ്ഥിരമായിട്ട് പറയുന്ന ഒരു ബുദ്ധിമുട്ടാണ് കാലുവേദന. ഒരു വൈകിട്ട് അല്ലെങ്കിൽ രാത്രി ആവുമ്പോഴേക്കും കാലുവേദന എന്ന് അവർ പറഞ്ഞു തുടങ്ങും. ഇത് വളരെ നോർമൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇതിന് ഗ്രോയിങ് പെയിൻ എന്ന് പറയും. അവർ പകല് മുഴുവൻ ഓടിച്ചാടി നടക്കുന്നതുകൊണ്ട് മസിൽ ഓവർ യൂസ് കാരണം മസിൽ ഫെറ്റീക്ക് വരുന്നതുകൊണ്ടാണ് അവർക്ക് ഈ കാലുവേദന വരുന്നത്. കാലിന്റെ കണങ്കാല് ഭാഗത്തോ അല്ലെങ്കിൽ മുട്ടിന് താഴെയുള്ള പിറകുവശത്തെ മസിൽസിന്, കാഫ് മസിൽസിനാണ് അവർ കൂടുതലായിട്ട് വേദന പറയുന്നത്. ഇത് ഗ്രോയിങ് പെയിൻ ആണ്. ഇത് നോർമൽ ആയിട്ടുള്ള കാര്യമാണ്. രാത്രി ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് കാലുവേദന എന്ന് പറഞ്ഞ് കരയുന്ന രീതിയിൽ അത്രയും സിവിയർ ആയിട്ട് വേദന വരാറുണ്ട്. അപ്പൊ ഇങ്ങനെ സ്ഥിരമായിട്ട് കുട്ടികൾ കംപ്ലൈന്റ് വരുമ്പോൾ പാരന്റ്സ് ശ്രദ്ധിക്കേണ്ടത് അവരുടെ ഭക്ഷണത്തിൽ കാൽഷ്യം അടങ്ങിയിട്ടുള്ള ഫുഡുകൾ ഉൾപ്പെടുത്തുന്നുണ്ടോ. കുട്ടികൾ പലപ്പോഴും ഒരു പ്രത്യേക ടൈപ്പ് ഫുഡ് കൂടുതലായിട്ട് കഴിക്കുന്നവരായിരിക്കും. ചിലർക്ക് പാല് കഴിക്കാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ടാവും, മുട്ട കഴിക്കാൻ മടിയുള്ളവരുണ്ടാവും, അല്ലെങ്കിൽ ഇലവർഗ്ഗങ്ങളായിട്ടുള്ള പച്ചക്കറികൾ കൂടുതൽ കഴിക്കാൻ മടിയുള്ളവരുണ്ടാവും. അപ്പൊ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഡയറ്റ് ആണ് കുട്ടികൾ ഫോളോ ചെയ്യുന്നതെന്ന് പാരന്റ്സ് ഉറപ്പുവരുത്തുക. ഒപ്പം തന്നെ ഇപ്പോഴത്തെ ഒരു ലൈഫ് സ്റ്റൈൽ കാരണം കൂടുതലായിട്ട് അവർ ഫോണിൽ ഗെയിംസ് കളിച്ചോ അല്ലെങ്കിൽ TV കണ്ടൊക്കെ ആയിരിക്കും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഒരു കുറച്ച് സമയം അവർ പുറത്തിറങ്ങി വെയിലത്ത് കളിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. കാരണം കാൽഷ്യം നമ്മുടെ ബോഡിയിലോട്ട് അബ്സോർബ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വൈറ്റമിൻ D വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. വൈറ്റമിൻ D കൂടുതലായിട്ട് നമുക്ക് കിട്ടുന്നത് വെയിലിൽ നിന്നാണ്. അപ്പോൾ ഒരു കുറച്ച് സമയം അവർ വെയിലത്ത് കളിക്കുന്നുണ്ടോന്ന് ഉറപ്പുവരുത്തുക. അപ്പൊ ഇങ്ങനെ സ്ഥിരമായിട്ട് കുട്ടികൾ ഈ ബുദ്ധിമുട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഡയറ്റും അതുപോലെ തന്നെ അവർ ചെറിയൊരു എമൗണ്ടിൽ വെയിൽ കൊള്ളുന്നുണ്ടോ എന്ന് കൂടെ പാരന്റ്സ് ഉറപ്പുവരുത്തേണ്ടതാണ്. ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കുട്ടികളും അതുപോലെ തന്നെ മുതിർന്നവർക്കും ഈ കാൽഷ്യം ഡെഫിഷ്യൻസി കാരണം എന്തെല്ലാം ബുദ്ധിമുട്ടുകളാണ് ഉണ്ടാകുക. പാല് കുടിച്ചാൽ മാത്രമേ കാൽഷ്യം കിട്ടുകയുള്ളൂ, അതല്ലാതെ എന്തൊക്കെ ഭക്ഷണത്തിലൂടെ കാൽഷ്യം നമ്മുടെ ശരീരത്തിലേക്ക് എത്തിക്കാം, കാൽഷ്യം ഡെഫിഷ്യൻസി ഉള്ളവര് എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, ഇതാണ് ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഞാൻ ഡോക്ടർ ഫാത്തിമ തഷ്ഫിന ഫ്രം ഡോക്ടർ ഹിബാസ് ആരോഗ്യ ക്ലിനിക്, പെരിന്തൽമണ്ണ. നമ്മുടെ സൊസൈറ്റിയിൽ പൊതുവേ ഉള്ള ഒരു കൺസെപ്റ്റ് ആണ് ഈ എല്ലിന്റെയും പല്ലിന്റെയും ആരോഗ്യത്തിന് മാത്രമേ കാൽഷ്യം ആവശ്യമുള്ളൂ എന്നുള്ളതാണ്. പക്ഷേ നമ്മുടെ മസിൽസിന്റെ സുഗമമായിട്ടുള്ള പ്രവർത്തനത്തിന്, നാഡീവ്യൂഹത്തിന്റെ ആരോഗ്യത്തിന്, അതേപോലെ തന്നെ ചർമ്മ ആരോഗ്യത്തിന്, എന്തിനു പറയുന്നത് നമ്മുടെ ഹാർട്ടിന്റെ ഒരു കൃത്യമായിട്ടുള്ള ഫങ്ഷന് വരെ കാൽഷ്യം ആവശ്യമായിട്ടുള്ള ഒരു ഘടകമാണ്. അതുകൊണ്ട് തന്നെ കാൽഷ്യം ഡെഫിഷ്യൻസി ഉള്ളവരിൽ ഒരുപാട് ലക്ഷണങ്ങൾ കാണിക്കാറുണ്ട്. തുടക്കത്തിൽ തന്നെ കാൽഷ്യം ഡെഫിഷ്യൻസിയുടെ ലക്ഷണങ്ങൾ കാണിക്കാറില്ല. കാരണം നമ്മുടെ എല്ലുകൾ എന്ന് പറയുന്നത് ഒരു കാൽഷ്യം ബാങ്ക് അല്ലെങ്കിൽ കാൽഷ്യം പൂള് പോലെയാണ്. നമ്മുടെ രക്തത്തിൽ എപ്പോഴാണ് കാൽഷ്യം കുറയുന്നത് ആ സമയത്ത് എല്ലുകളിൽ നിന്ന് കൂടുതലായിട്ട് ബ്ലഡിലോട്ട് എത്തിച്ച് ആ ഒരു പ്രവർത്തനം നോർമൽ ആയിട്ടുള്ള രീതിയിൽ അത് ഫങ്ഷനിങ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. പിന്നെ ഒരുപാട് കാലം കാൽഷ്യം ഡെഫിഷ്യൻസി നിലനിൽക്കുകയാണെങ്കിലാണ് ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങുക. ഏറ്റവും കൂടുതലായിട്ട് ലക്ഷണങ്ങൾ കാണിക്കുന്നത് നമ്മുടെ എല്ലുകളിലായിരിക്കും. എല്ലുകളിൽ വേദന, വിവിധ ജോയിന്റിൽ വേദനകൾ വന്നു തുടങ്ങും. അതുപോലെ മസിൽ ക്രാംസ്, പേശി വേദന ഇങ്ങനെ വന്നു തുടങ്ങുമ്പോഴായിരിക്കും നമ്മളൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് ടെസ്റ്റ് ചെയ്യുമ്പോഴായിരിക്കും കാൽഷ്യം ഡെഫിഷ്യൻസി എന്ന് പറയുന്നത്. ഇത് കൂടാതെ തന്നെ കൈകാലില് തരിപ്പ്, മരവിപ്പ്, അതോടൊപ്പം നിങ്ങളുടെ ചർമ്മത്തിൽ ഒരുപാട് വ്യത്യാസങ്ങൾ കണ്ടു തുടങ്ങും. മുടി കൊഴിച്ചില്, നഖം പൊട്ടി പോകുന്നത്, വരണ്ട ചർമ്മം പോലും കാൽഷ്യം ഡെഫിഷ്യൻസിയുടെ ലക്ഷണങ്ങളാണ്. ഇതുപോലെ തന്നെ പല്ലുകളിൽ സ്ഥിരമായിട്ട് കേടുവരുന്നത്, അതുപോലെ പല്ലിന്റെ ആരോഗ്യത്തെ കാൽഷ്യം ഡെഫിഷ്യൻസി ബാധിക്കും. അതേപോലെ മോണരോഗങ്ങൾ കൂടുന്നത്, ഇതെല്ലാം കാൽഷ്യം ഡെഫിഷ്യൻസിയുടെ ഭാഗമായിരിക്കാം. ഇനി ആരിലൊക്കെയാണ് കാൽഷ്യം ഡെഫിഷ്യൻസീസ് കണ്ടുവരുന്നത്? അതോടൊപ്പം തന്നെ ചിലര് കാൽഷ്യം അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ നന്നായി ഉൾപ്പെടുത്തിയിട്ടും കാൽഷ്യം ഡെഫിഷ്യൻസി നല്ല രീതിയിൽ കാണുന്നവരുണ്ട്. ഇവരെ ശ്രദ്ധിക്കേണ്ടത് അവർക്ക് കൃത്യമായിട്ടുള്ള അളവിലുള്ള വൈറ്റമിൻ D, മഗ്നീഷ്യം, വൈറ്റമിൻ K2 ഇവരുടെ ബ്ലഡിൽ ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. കാരണം ബോഡിയിലോട്ട് കൃത്യമായിട്ടുള്ള അളവിൽ കാൽഷ്യം അബ്സോർബ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ കൃത്യമായിട്ടുള്ള അളവിൽ വൈറ്റമിൻ D, വൈറ്റമിൻ K2, മഗ്നീഷ്യം ഇവ മൂന്നും ഉണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. കൃത്യമായിട്ടുള്ള ബ്ലഡ് ടെസ്റ്റിലൂടെ കാൽഷ്യം ടെസ്റ്റ് ചെയ്യുന്നതോടൊപ്പം വൈറ്റമിൻ Dയും മഗ്നീഷ്യവും വൈറ്റമിൻ K12 കൃത്യമായിട്ടുള്ള അളവിലുണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ആർത്തവ വിരാമം സംഭവിച്ച സ്ത്രീകളിൽ അവരുടെ ഈ ഹോർമോണൽ വ്യതിയാനം കാരണം
അതായത് ഈസ്ട്രജന്റെ അളവ് കുറയുന്നത് കൊണ്ട് കാൽഷ്യം ഡെഫിഷ്യൻസി കാണാം. ഒരു 40 വയസ്സിന് ശേഷം സ്ത്രീകളിൽ കാൽഷ്യം ഡെഫിഷ്യൻസി വരുന്നത് ഇതുകൊണ്ടാണ്, ഈസ്ട്രജന്റെ അളവ് കുറയുന്നത് കൊണ്ടാണ്. അതുപോലെ തന്നെ ഡൈജസ്റ്റീവ് ഇഷ്യൂസ് ഉള്ളവര്, കുടൽ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ ഉള്ളവര്, വൃക്ക രോഗങ്ങൾ ഉള്ളവര്, പാരാതൈറോയിഡ് ഗ്രന്ഥി റിലേറ്റഡ് ആയിട്ടുള്ള അസുഖങ്ങൾ ഉള്ളവര്, ഇവരിലെല്ലാം കാൽഷ്യം ഡെഫിഷ്യൻസീസ് കണ്ടുവരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് കാലമായിട്ട് വേദന സംഹാരികൾ കഴിക്കുന്നവര്, സ്റ്റിറോയിഡ് മരുന്നുകൾ കഴിക്കുന്നവരിലും കാൽഷ്യം ഡെഫിഷ്യൻസീസ് കണ്ടുവരുന്നുണ്ട്. ഇത്തരം കാൽഷ്യം ഡെഫിഷ്യൻസീസ് ഉള്ളവര് ഭക്ഷണത്തിലും അവരുടെ ജീവിതശൈലിയിലും എന്തൊക്കെ വ്യത്യാസങ്ങളാണ് കൊണ്ടുവരേണ്ടത് എന്നുള്ളതാണ്. ഇത്തരം ബുദ്ധിമുട്ടുള്ളവര്, കാൽഷ്യം ഡെഫിഷ്യൻസീസ് ഉള്ളവര് എന്തെല്ലാം അവരുടെ ഭക്ഷണത്തിൽ ശ്രദ്ധിക്കണം? പൊതുവേ ഉള്ള ഒരു കൺസെപ്റ്റ് ആണ് പാല് അല്ലെങ്കിൽ പാൽ ഉൽപ്പന്നത്തിൽ മാത്രമേ കാൽഷ്യം ഉള്ളൂ എന്നുള്ളത്. ഒരു 150 മില്ലി പാലിൽ അടങ്ങിയിട്ടുള്ള അതേ കാൽഷ്യം തന്നെ 2 ടീസ്പൂൺ എള്ളിലുണ്ട്, 3 ടീസ്പൂൺ ചിയ സീഡ്സിലുണ്ട്. അതുകൊണ്ട് പാലുൽപ്പന്നങ്ങളിൽ മാത്രമല്ല കാൽഷ്യം അടങ്ങിയിട്ടുള്ളത്. ഇലവർഗ്ഗങ്ങളായിട്ടുള്ള ചീര, മുരിങ്ങയില, നട്ട്സ് ആയിട്ടുള്ള ബദാം, അതുപോലെ പാലുൽപ്പന്നങ്ങളായിട്ടുള്ള തൈര്, പനീർ, ചീസ്, എള്ള്, റാഗി, ഇവയിലെല്ലാം കാൽഷ്യം നല്ല രീതിയിൽ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ചെറു മത്സ്യങ്ങളായിട്ടുള്ള അയില, മത്തി, ഇതിലെല്ലാം നല്ല രീതിയിൽ കാൽഷ്യം അടങ്ങിയിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ബോഡിയിലോട്ട് കാൽഷ്യം കൂടുതലായിട്ട് അബ്സോർബ് ചെയ്യുന്നത് പാലുൽപ്പന്നങ്ങളിൽ നിന്നുമാണ്. ഇപ്പൊ ഇതുപോലെ എള്ളിലും അതുപോലെ ചിയ സീഡ്സില്, റാഗിയില് എല്ലാം, അതുപോലെ ഇലക്കറികളിൽ കാൽഷ്യം ഉണ്ടെങ്കിലും അത് മുഴുവനായിട്ട് അതിൽ അടങ്ങിയിട്ടുള്ള കാൽഷ്യംസ് മുഴുവനായിട്ട് നമ്മുടെ ശരീരത്തിന് അബ്സോർബ് ചെയ്യാൻ കഴിയില്ല. കൂടുതലായിട്ട് പാലുൽപ്പന്നങ്ങളിൽ അടങ്ങിയിട്ടുള്ള കാൽഷ്യമാണ് കൂടുതലായിട്ട് അബ്സോർബ് ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ ഡയറ്റിൽ കൂടുതൽ പാലുൽപ്പന്നങ്ങൾ ഉൾപ്പെടുത്തുക. ഇനി അത് കഴിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കാണ് ഇതുപോലെയുള്ള ഇലക്കറികളും എള്ള്, റാഗി, പിന്നെ നട്ട്സ് എല്ലാം ഉൾപ്പെടുത്തിയാൽ നിങ്ങൾക്ക് നിങ്ങളുടെ കാൽഷ്യം ഡെഫിഷ്യൻസീസ് മെച്ചപ്പെടുത്തി എടുക്കാവുന്നതാണ്. ഇനി നല്ല രീതിയിൽ നിങ്ങൾക്ക് കാൽഷ്യം ഡെഫിഷ്യൻസി ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഡോക്ടറെ നിർദ്ദേശപ്രകാരം മാത്രം, ഡോക്ടർ നിർദ്ദേശിച്ച ഡോസിൽ, ഡോക്ടർ നിർദ്ദേശിച്ച കാലയളവിൽ നിങ്ങൾക്ക് കാൽഷ്യം സപ്ലിമെന്റ്സ് എടുക്കാം. പക്ഷെ കാൽഷ്യം കൂടുതലായാൽ അത് നമ്മുടെ ശരീരത്തെ നല്ല രീതിയിൽ നെഗറ്റീവായിട്ട് ബാധിക്കും. സ്ഥിരമായിട്ട് കാൽഷ്യം സപ്ലിമെന്റ്സ് കഴിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അവരിൽ വൃക്ക രോഗം, ദഹന സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ, കോൺസ്റ്റിപ്പേഷൻ, മലബന്ധം പോലെയുള്ള ബുദ്ധിമുട്ടിലേക്ക് അത് നയിക്കാം. അതുകൊണ്ട് ഡോക്ടർ നിർദ്ദേശിച്ച കാലയളവിൽ മാത്രം കാൽഷ്യം സപ്ലിമെന്റ്സ് എടുക്കാൻ പാടുള്ളൂ. കാൽഷ്യം എക്സസ് കാരണം കിഡ്നി സ്റ്റോൺ വരുന്നത് ഇതുപോലെ ഡോക്ടർ നിർദ്ദേശമില്ലാതെ കുറെ കാലങ്ങളായിട്ട് കാൽഷ്യം സപ്ലിമെന്റ്സ് കഴിക്കുന്നവരിലാണ് വരുന്നത്. ഫുഡില് കാൽഷ്യം എക്സസ് അങ്ങനെ കൂടുതലായിട്ട് കണ്ടുവരുന്നില്ല. കാൽഷ്യം സപ്ലിമെന്റ്സിന്റെ ഓവർ യൂസ് കാരണമാണ് ഇതുപോലുള്ള ബുദ്ധിമുട്ടിലേക്ക് നയിക്കുന്നത്. നിങ്ങൾക്ക് കാൽഷ്യം ഡെഫിഷ്യൻസിയോടൊപ്പം വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ രാവിലെ ഒരു 10 മണി തൊട്ട് വൈകിട്ട് ഒരു 3 മണിയുടെ ഉള്ളിലുള്ള വെയില് ഒരു 10 അല്ലെങ്കിൽ 20 മിനിറ്റ് കൊള്ളുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസിയും മറികടക്കാവുന്നതാണ്. അതോടൊപ്പം നിങ്ങൾക്ക് അമിതമായിട്ടുള്ള പുകവലി, മദ്യപാനം, അതുപോലെയുള്ള ശീലങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതുകൂടെ ഒഴിവാക്കുക. ചെറിയ രീതിയിൽ വ്യായാമങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് ഇതുപോലുള്ള കാൽഷ്യം ഡെഫിഷ്യൻസീസ്, വൈറ്റമിൻ ഡെഫിഷ്യൻസീസ് നിങ്ങൾക്ക് ഓവർകം ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് വൈറ്റമിൻ ഡെഫിഷ്യൻസീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഭക്ഷണത്തിലൂടെ അത് ക്രമീകരിക്കാൻ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് സപ്ലിമെന്റ്സ് എടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് ദീർഘകാല അടിസ്ഥാനത്തിൽ കാൽഷ്യം ഡെഫിഷ്യൻസി ഉണ്ടെന്നുണ്ടെങ്കിൽ പതിയെ നിങ്ങളെ എല്ലിന്റെ ആരോഗ്യത്തെ ബാധിക്കാൻ തുടങ്ങും. നിങ്ങളെ ഹാർട്ട് സംബന്ധമായിട്ടുള്ള അസുഖങ്ങളിലേക്ക് വരെ നയിക്കാം. അതുകൊണ്ട് കാൽഷ്യം ഡെഫിഷ്യൻസി നിസ്സാരമാക്കാതെ ആദ്യം തന്നെ ഒരു ഡോക്ടറെ കാണിച്ച് നിങ്ങൾ ഡയറ്റിലോ അല്ലെങ്കിൽ സപ്ലിമെന്റ്സ് എടുത്തോ അത് പരിഹരിക്കേണ്ടതാണ്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ കാൽഷ്യം ഡെഫിഷ്യൻസി സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തീർച്ചയായും എന്റെ താഴെയുള്ള നമ്പറിൽ കൺസൾട്ട് ചെയ്യാവുന്നതാണ്. ഞാൻ ഡോക്ടർ ഫാത്തിമ തഷ്ഫിന ഫ്രം ഡോക്ടർ ഹിബ സരോവിയ ക്ലിനിക്, പെരിന്തൽമണ്ണ.